24 ദിവസത്തെ കാത്തിരിപ്പ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ 24 ദിവസങ്ങൾക്കൊടുവിൽ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നാണം കെട്ട ഉള്ള ഒരു തോൽവി തന്നെയാണ് യുണൈറ്റഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ ഗെയിമിനെ കുറിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടാണെങ്കിൽ ലീഡ്സ് യുണൈറ്റഡ് ദേ ഡിസേർവ് ദ വിൻ. 100% അവർ ആ കളി ഡിസേർവ് ചെയ്തു എന്ന് വേണം തന്നെ പറയാനായിട്ട്. കാരണം റെലഗേഷൻ ബാറ്റിൽ ചെയ്യുന്ന ഒരു ടീമാണ്. അതിൽ അവർ ഈ 3 പോയിന്റ് നേടി എന്നുള്ളത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഏകദേശം ഇപ്പം റെലഗേഷൻ സോണിൽ നിന്നും 6 പോയിന്റിന്റെ മേലെ അവരെത്തി, കുറച്ചൊന്ന് സേഫ് സോണിൽ എത്തിയെന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് അവർ മരണക്കളി കളിച്ചു. അവർ തുടക്കം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നമ്മുടെ സ്റ്റേഡിയത്തിൽ തുടക്കം തന്നെ ഫസ്റ്റ് മിനിറ്റ് മുതൽ തന്നെ അവർ കൺട്രോൾ ഏറ്റെടുത്തു, കളി തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് മിനിറ്റിൽ അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എതിരായിട്ട് സ്കോർ ചെയ്യേണ്ടതായിരുന്നു. അതായത് ആ സെനിൽ ലാംബൻസിന്റെ സേവ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സെക്കൻഡ് മിനിറ്റിൽ ഗോള് വഴങ്ങിയില്ല. പക്ഷെ എന്നിരുന്നാലും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 24 ദിവസത്തിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കളി വന്നു. അപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം യുണൈറ്റഡിന് പ്രത്യേകിച്ച് ഒരു ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ അയർലൻഡിലൊക്കെ പോയി ഡബ്ലിനിൽ അവിടുത്തെ ഒരു പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ നടത്തി പ്ലെയേഴ്സൊക്കെ എന്താ പറയുക ഒരു ഉണർന്ന് ഉള്ള ലെവലിലായിരുന്നു നമ്മൾ കാണപ്പെട്ടത്. പക്ഷെ കളി വന്ന് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കളി. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറച്ച് ടൈം ഒരു ബ്രേക്ക് എന്നുള്ള ഇത് കിട്ടിക്കഴിഞ്ഞിരുന്നാലും വി പ്ലേ വെരി പുവർലി. അത് ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് മറ്റ് ടീമുകൾക്ക് കളി ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കളിയില്ല, അപ്പം നമുക്ക് കുറച്ച് ബ്രേക്ക് കിട്ടി. അപ്പോൾ എനിക്കൊന്ന് പാലസുമായിട്ടുള്ള ഗെയിമാണെന്ന് തോന്നുന്നു, അതോ ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ. അപ്പം ഈ ഗെയിമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ നമ്മളാണ് ആക്ച്വലി അത് അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. കൂടുതൽ റെസ്റ്റ് പീരീഡ് ആണ്. പക്ഷെ അതൊന്നും നമ്മൾ നമ്മുടെ ഗെയിമിൽ കാണാറില്ല. അപ്പം ഈ ഗെയിമിനും അതേ കണക്ക് തന്നെ ഇത്രയും ഒരു പീരീഡ് കിട്ടിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല. ലീഡ്സ് ആദ്യം മുതൽ തന്നെ കൺട്രോൾ എടുത്തിട്ട് അവർ മികച്ച കളി കളിച്ച് ജയിച്ചു. പിന്നെ ഈ ഗെയിമിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ 2 ഗോളും എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരായിട്ട് വന്ന തീരുമാനങ്ങളാണ്. ഫസ്റ്റ് ഗോളിൽ കാൽബർട്ട് ലൂവിൻ്റെ എൽബോ കറക്റ്റായിട്ട് ലെനിയോറോയുടെ മുഖത്ത് വന്ന് ഇടിക്കുന്നുണ്ട്. അതായത് ഹെഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൽബോ ചെയ്തിട്ടാണ് ലെനിയോറോയ്ക്ക് ആ ഒരു ബോൾ ഹെഡ് ചെയ്ത് മാറ്റേണ്ടി വരുന്നത്. പക്ഷെ അതിപ്പോൾ വേറെ ഏതെങ്കിലും ടീമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു എന്താ പറയുക ഫൗൾ വിളിച്ചേനെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ലഭിക്കാറില്ല. അപ്പോൾ ആ ഒരു ചാൻസിൽ നിന്നും അവർ ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് ഗോൾ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ സെക്കൻഡ് ഗോൾ അല്ല, സോറി, ഫൗൾ, റെഡ് കാർഡ്. അത് ലിച്ചയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ലിച്ചയ്ക്ക് ആ ഹെയർ പുള്ളിന് മുമ്പ് വീണ്ടും കാൽബർട്ട് ലൂവിൻ കൈ കൊണ്ട് മുഖത്ത് ഇടിക്കുന്നുണ്ട്. അതായത് ആ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് തട്ടുന്നതിനകത്ത് ആ ഇടി കൊള്ളുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ആ ഫൗൾ. അതിപ്പം ആ പ്ലെയർ താഴെ വീഴുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫൗള് കൊടുക്കേണ്ടതാണ്. ലിച്ച കുറച്ചുകൂടെ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് 50-50 വേണ്ടി നിൽക്കുന്ന സമയത്ത് ലിച്ച താഴെ വീഴുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഫൗൾ. പിന്നെ ആ ഹെയർ പുള്ളിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അത് വാദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് ആസ് പെർ റൂൾസ് വയലന്റ് പ്ലേ നടക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഹെയർ പുള്ളാത്തൊരു വയലന്റ് പ്ലേ. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മളത് കണ്ടില്ല. ഹെയർ പിടിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തൊരു പുള്ളൊന്നും കാണുന്നില്ല, പിടിച്ചിട്ട് വിടുക ചെയ്യുന്നത്. സോ ആ സാധാരണ ഒരു പുള്ള് വരുമ്പോൾ പ്ലെയർ എന്തുമായിരിക്കും അവരുടെ റിയാക്ഷൻ? അവർ ബാക്കിലോട്ട് തല അല്ലെങ്കിൽ ബാക്കിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും ഒരു പ്ലെയറിന്റെ നാച്ചുറൽ റിയാക്ഷൻ. ഇവിടെ നമ്മൾ കാൽബർട്ട് ലൂവിൻ തല ബാക്കിലോട്ട് പോകുന്നതോ വേദന കൊണ്ട് പൊളയുന്നതോ ഒന്നും കാണുന്നില്ല. ഹെയർ പുൾ പിടിക്കുന്നുണ്ട്, വിടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇറ്റ് വാസ് നെവർ എ പുൾ. അത് കളിക്കിടയ്ക്ക് കളി നിർത്തുന്നു, വാറിൽ പോകുന്നു. വാറ് അത് എന്താ പറയുക ഇങ്ങനത്തെ രീതിയിലൊരു ജഡ്ജ്മെന്റ് ആണ് കൊടുക്കുന്നത്. സോ ഐ മീൻ ലൈക്ക് മൊത്തത്തിൽ ഈ 2 ഡിസിഷൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ പോയി എന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ളത്. സോ മേ ബി ഇഫ് യു തിങ്ക് ഡിഫറെൻ്റ്ലി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ കമൻറ്റ് സെക്ഷനിൽ ഇടാം. പിന്നെ പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടീം ടോട്ടലി എല്ലാവരും വളരെയധികം മോശമായിട്ടുള്ള പെർഫോമൻസ്. ഇപ്പോൾ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ലെനിയോറോ കുറച്ചുകൂടെ സ്ട്രോങ് ആകേണ്ട ഒരു പ്ലെയറാണ്. ഇത്രയും നമ്മൾ ചാൻസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെയിൻ ടീമിൽ ഫസ്റ്റ് 11 കളിക്കാനൊക്കെ ഇത്രയധികം ചാൻസസ് കിട്ടിയിട്ടുള്ളതിൻ്റെ അത് ലൈക്ക്
ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്, ഗ്ലിംസസ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് മാത്രമേ ലെനിയോറോയുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഒരു എന്താ പറയുക വെച്ചടി മികച്ചതായിട്ടുള്ള പെർഫോമൻസസ് ഒന്നും ലെനിയോറോയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. പലപ്പോഴും ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഈ ചാടി ഹെഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ അകത്ത് ബാക്കിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് പലപ്പോഴും ലെനിയോറോനെ കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഹീസ് നോട്ട് ജമ്പിങ് ഇനഫ്, ഹെഡ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. പിന്നെ പൊസിഷണൽ പ്ലേൻ്റെ അതൊന്നും പ്രോപ്പറായിട്ടുള്ളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഗോൾ കീപ്പറിനെ ഫേസ് ചെയ്തിട്ട് ബോൾ സ്വീകരിക്കുമ്പോൾ തന്നെ ലൈക്ക് അതൊരു പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നല്ല സ്വീകരിക്കുന്നത്, ആ ചരിഞ്ഞ് വളഞ്ഞാൽ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിൽ ബോൾ വരുമ്പോൾ ലൈക്ക് ഹിസ് മൂവ്മെൻറ്റ്, അത് തിരിഞ്ഞ് മാറാനായിട്ടുള്ള മൂവ്മെൻറ്റ് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ കസിമീറോ ഹാഡ് എ ബാഡ് ഗെയിം. ഈ ഫസ്റ്റ് ഗോളിനൊക്കെ ആണെങ്കിൽ വഴിയൊരുക്കുന്ന പറഞ്ഞാൽ കസിമീറോയുടെ മിസ്റ്റേക്കിൽ നിന്നാണ്. ലൈക്ക് ഹീ ഈസ് വെയിറ്റിംഗ്. ബോൾ വരുന്ന പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ബോൾ കളക്ട് ചെയ്തതിന് പകരം ബോൾ വരുന്നതോടുകൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പ്ലെയർ വന്ന് തട്ടിയെടുത്ത് പോകുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നോട്ട് ഫസ്റ്റ് ഗോൾ, ഞാൻ ഇടയ്ക്കുള്ള മറ്റേ ലിച്ചയുടെ ചാൻസിൻ്റെ കാര്യം സേവ് ചെയ്തതിൻ്റെ ഇതാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ പ്ലെയേഴ്സ്, പിന്നെ ഉഗാർട്ടയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ലൈക്ക് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ബൈ. നമ്മൾ മെക്ടോമിനെ കൊടുത്തിട്ടാണ് ഇവനെ കൊണ്ടുവന്നതെന്നുള്ള ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയത്. പിന്നെ PSG വേണ്ടാതെ കളഞ്ഞ് ഒരു താരത്തെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും ഇതായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഹി നീഡ്സ് ടു ഗോ. പിന്നെ സെസ്കോയ്ക്ക് 1-2 ചാൻസ് കിട്ടിയതില്ലെന്നും ഇതാക്കാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ നമ്പർ 9 അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലിനിക്കലാണ്. പ്രോപ്പർ കിട്ടുന്ന ഫോക്സിൻ്റെ ബോക്സിന് പോലെ കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ അത് ഗോളാക്കി മാറ്റാൻ തന്നെ കഴിയണം. സോ ഇവിടെ സെസ്കോയുടെ പെർഫോമൻസ് മോശമായിരുന്നു. പിന്നെ മത്തിയസ് കുന്യ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അമ്മാദ് ദിയാലോ, അമ്മാദൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു ഇംപ്രസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടെന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായി. പിന്നെ ബാക്കിൽ പിന്നെ ലിച്ച പോയി, ലൂക്ക് ഷോയുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൂക്ക് ഷോ വിരമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറൊരു ടീമിലേക്ക്, താഴെയുള്ള ടീമിലേക്കൊന്നും പോകാനായിട്ട് ഉള്ള ഇല്ല. ബിക്കോസ് ഹീ ഈസ് നോട്ട് ഗുഡ് ഇനഫ്. ഇപ്പോൾ ആ ഒരു ലെവൽ കഴിഞ്ഞു. എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ബോൾ കൊണ്ട് ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഫോർവേഡ് പ്ലെയർ നിന്ന്, ഒരു സൈഡ് കളിക്കുന്ന പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഫുൾ ബാക്ക് കളിക്കുന്ന ഒരു പ്ലെയർ തരേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ലൂക്ക് ഷോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടുള്ള കാര്യമാണ്. പിന്നെ മെസറാവി ഹാഡ് എ പുവർ ഗെയിം. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമാണ് മോശം കളിക്കുന്നതിൽ. സോ പിന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൂണോയുടെ ഒരു അസിസ്റ്റ്, അത് മാത്രമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. ബ്രൂണോ മോസ്റ്റ് അസിസ്റ്റ് ഇൻ എ സീസണിൻ്റെ റെക്കോർഡിലേക്ക് ഒരു പടിയും കൂടെ അടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനായിട്ട്. സോ നമ്മുടെ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ഈ 11 പേരുമായിട്ട് കളിച്ചതിനേയും കാട്ടി ബെറ്റർ ആയിട്ടാണ് നമ്മൾ 10 പേര് ആയി ചുരുങ്ങിയപ്പോൾ കളിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീഡ്സ് കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞ് കളിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലീഡ്സ് നോക്കുമ്പോൾ 2 ഗോളിൻ്റെ അഡ്വാൻറ്റേജിൽ നിൽക്കുന്നു. അപ്പോൾ അവരും വീണ്ടും അറ്റാക്ക് ചെയ്തിട്ട് പിച്ച് സ്പ്രെഡ് ചെയ്തുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്കും കുറച്ചുകൂടെ ബോൾ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരം കിട്ടി. അതിൽ നിന്നാണ് നമ്മൾ ആ ഗോൾ അടിക്കുന്നത്. കശ്മീറോട് ആ ഹെഡർ ഗോൾ വരുന്നതും അങ്ങനത്തെ ഒരു സാധ്യതയിൽ നിന്നാണ്. അതല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസിലോടുകൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യചിഹ്നം, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൈക്കിൾ കാരിക്കിന് ഈ ഒരു ടീമിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റുമോ എന്നുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ തെളിഞ്ഞ് വരുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഇത്രയും ഗെയിംസിൻ്റെ അകത്ത് മൈക്കിൾ കാരിക്കിൻ്റെ പെർഫോമൻസസ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ 2-3 ഗെയിംസിൻ്റെ അകത്ത് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് വിജയങ്ങൾ വരുന്നുണ്ടായിരുന്നു. മേ ബി ലൈക്കിനോ അത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. ബട്ട് ഇറ്റ് വാസ് ഹാപ്പനിങ്, ബട്ട് നോട്ട് ത്രൂ പെർഫോമൻസസ്. ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വിജയങ്ങളൊന്നുമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് വിജയങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ 4 ഗെയിംസിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ 4 പോയിന്റ് മാത്രമാണ്. അപ്പോൾ 2 തോൽവിയും സമനിലയും ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കറണ്ട്ലി നിൽക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു ടീമിനെ മുമ്പോട്ട് നയിക്കാനായിട്ട് ടാക്ടിക്കലി അത് കാഴ്ചവെക്കാനായിട്ടുള്ള ബ്രില്യൻസ്
മൈക്കിൾ കാരിക്കിന് ഉണ്ടോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഐ തിങ്ക് വി മൈറ്റ് ഹാവ് ടു ഫൈൻഡ് എ ഡിഫറെൻറ്റ് മാനേജർ. മൈക്കിൾ കാരിക്കിൻ്റെ കയ്യിൽ നിൽക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹീ ഈസ് ഐ തിങ്ക് ഔട്ട് ഓഫ് ഡെപ്ത് എന്നുള്ള ഇത് തന്നെയാണ് മൈക്കിൾ കാരിക്കിനെന്ന് എനിക്ക് തോന്നുന്നത്. പല ആദ്യത്തെ ഗെയിംസിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, പിന്നീട് അത് ഓക്കെ നടക്കും. ഇപ്പോൾ ചില ഗെയിംസൊക്കെ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് അങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അങ്ങനെ വിലയിരുത്താം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. മൈക്കിൾ കാരിക്കിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ എ ഡിഫിക്കൽട്ട് പൊസിഷൻ റൈറ്റ് നൗ. അതായത് ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ തേർഡ് സ്പോട്ട് ആണെങ്കിൽ പോലും വില്ലയായിട്ട് 55 പോയിന്റിൽ ടൈപ്പായി. പിന്നെ തൊട്ട് താഴെ നിൽക്കുന്ന ടീമുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൂരം ഒന്നുമില്ല, ലിവർപൂളൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇപ്പോൾ ബോൺമത്തൊക്കെ ആണെങ്കിൽ കയറി വരികയാണ്, അവരും അടുത്തെത്താനായിട്ട് അധികം പോയിന്റ്സ് ഒന്നുമില്ല. അപ്പം മൊത്തത്തിൽ ടൈറ്റ് സിറ്റുവേഷൻ. ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ 6 മാച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ക്ലോസ് ഷേപ്സ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ടൈറ്റ് ആയിട്ടുള്ള ടീംസ് തന്നെയാണ്. ഇപ്പം ചെൽസി ഉണ്ട്, ലിവർപൂളുണ്ട്, ബ്രൈറ്റൺ, ഇതേപോലത്തെ ഉള്ള ടീമുകളെല്ലാമാണ് നമുക്കെതിരെ ഇനി കളിക്കാനായിട്ടുള്ളത്. സോ ഇറ്റ് വിൽ നോട്ട് ബി ഈസി, ഡെഫിനറ്റ്ലി നോട്ട് ഈസി. ടൈറ്റ് ആയിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടുക, പിടിച്ചടക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പം ഏത് മുഖേനയും നമുക്കത് കിട്ടിയേ പറ്റൂ. ഇഫ് നോട്ട് ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ കാരിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരു പുരോഗതി ഉണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ കാരിക്കിന് കയ്യിൽ വെച്ച് കൊടുക്കാം ഈ ഒരു ടീമിനെ എന്ന് ചിന്തിക്കാൻ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല എന്ന് വേണം എനിക്ക് പറയാം. ഇതിന് മുമ്പ് ഞാൻ കുറച്ച് പ്രതീക്ഷയോടുകൂടി നിന്നെയാണ്. കാരിക്കൊക്കെ നമ്മുടെ DNA ഉണ്ട്, പിന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ടീമിനെ അറിയാവുന്നതാണ്, നമ്മുടെ ഫാൻസിനെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കോച്ചാണ്. സോ ഹി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞപ്പോൾ ടാക്ടിക്കലി അത്രയ്ക്ക് നല്ല രീതിയിലുള്ള പ്രകടനമൊന്നും അല്ല കാരിക്ക് കാഴ്ചവെക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മേ ബി വി വിൽ ഹാവ് ടു ഗോ ഫോർ എ മാനേജർ ഹൂ ഹിസ് എന്താ പറയുക കേപ്പബിൾ ഓഫ് വിന്നിങ് ഗെയിംസ് മാത്രമല്ല, വിന്നിങ് ടൈറ്റിൽ. കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അടുത്ത സീസൺ. അതിൻ്റെ അപ്പുറത്തേക്ക് സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് മൈക്കിൾ കാരിക്കിൻ്റെ കാര്യം വളരെയധികം എനിക്കറിയത്തില്ല. അത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മൈക്കിൾ കാരിക്കിൻ്റെ പേര് ആ ഒരു ലിസ്റ്റിൽ നിന്നും താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കറണ്ട്ലി എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഏത് മാനേജർക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഡിസ്കഷനിൽ വരും. ഇതുവരെയ്ക്കും മൈക്കിൾ കാരിക്കിൻ്റെ പേര് നിലനിന്ന് കൊണ്ടിരുന്നതാണ് ടോപ്പിൽ. മറ്റ് മാനേജേഴ്സൊക്കെ തൊട്ട് താഴെയാണ് ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു മൈക്കിൾ കാരിക്കിൻ്റെ പേര് കുറച്ചുകൂടെ താഴ്ന്ന് വരാനായിട്ടായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങളിൽ ഒരു ലൈക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.